തിരുവനന്തപുരം പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയുടെ ശിക്ഷാവിധി 11 മണിക്ക് കോടതി പ്രഖ്യാപിക്കും. അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. വിധി കേൾക്കാനായി ഷാരോണിന്റെ രക്ഷിതാക്കൾ കോടതിയിലെത്തി. തിരുവനന്തപുരത്ത് നിന്നും ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ചേരുന്നു. ഷിജോ, വിധി 11 മണിക്ക് പ്രഖ്യാപിക്കാനിരിക്കെ അവസാന വാദങ്ങളായി പ്രതിഭാഗവും ഒപ്പം പ്രോസിക്യൂഷനും എന്തൊക്കെ പ്രധാനപ്പെട്ട സംഗതികളാണ് കോടതിക്ക് മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്? ഒപ്പം ഇതിൽ കോടതി കണ്ടെത്തിയ കുറ്റങ്ങൾ പരമാവധി ഏതുവരെ ശിക്ഷ കിട്ടാൻ സാധിക്കുന്നവയാണ്? നിഷാദ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ കേസിലെ വാദപ്രതിവാദങ്ങൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായിരുന്നു. വാദിഭാഗവും പ്രതിഭാഗവും ഉന്നയിച്ച വാദങ്ങൾ പൂർണ്ണമായി കേട്ടതിനു ശേഷമാണ് വിധി പ്രസ്താവിക്കാനായിട്ട് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്ന് 11 മണിയോടുകൂടി കേരള മനസാക്ഷിയെ ഞെട്ടിച്ച നെയ്യാറ്റിൻകര പാറശാല ഷാരോൺ കൊലക്കേസിൽ വിധി പറയുകയാണ്. പ്രതികളായിട്ടുള്ള ഗ്രീഷ്മയ്ക്കും അമ്മാവൻ നിർമ്മൽ കുമാറിനുമെതിരെ എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കുക എന്നുള്ളത് അറിയാനായിട്ട് ഇനി 1 മണിക്കൂർ സമയം മാത്രമാണ് ഉള്ളത്. കോടതി നടപടികൾ തുടങ്ങി. റോൾ കോളിന് ശേഷം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കേസായി ഇത് എടുത്തുകൊണ്ട് വിധി പറയാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി കേസെടുത്തപ്പോൾ രണ്ടാമത്തെ കേസായിട്ടാണ് കോടതി ഇത് പരിഗണിച്ചത്. ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും തന്നെയില്ല. വിധി പ്രസ്താവിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജഡ്ജി AM ബഷീർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് വിധി എഴുതും എന്നുള്ളത് കേരള സമൂഹം വലിയ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാരോണിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ പ്രധാനമായിട്ടുള്ള ആവശ്യം. നിലവിൽ വിവിധ വകുപ്പുകളുണ്ട്. 302 ഉണ്ട്, അതുപോലെ 328 ഉണ്ട്, 364 ഉണ്ട്, 201 ഉണ്ട്. അങ്ങനെ 4 വകുപ്പുകൾ ചുമത്തിയാണ് ഗ്രീഷ്മയെ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയത്. ഇതിൽ 201 IPC ആണ്, ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുമ്പ് ചുമത്തിയ കുറ്റങ്ങളായതുകൊണ്ട് 201 തെളിവ് നശിപ്പിക്കൽ, 302 കൊലപാതകം, 328 വിഷം കലർത്തിക്കൊണ്ട് മനഃപൂർവ്വം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി വിഷം കൊടുക്കൽ, 364 അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി വിളിച്ചുകൊണ്ട് പോകൽ അല്ലെങ്കിൽ അങ്ങനെ ഗൂഢശ്രമം നടത്തൽ, അങ്ങനെയുള്ള 4 വകുപ്പുകൾ ഗ്രീഷ്മയ്ക്കെതിരെ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വകുപ്പുകളിലേക്ക് കൃത്യമായിട്ട് ചുമത്തിയാൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകാനുള്ള എല്ലാ സാധ്യതകളും ഇതിൽ തെളിയുന്നുണ്ട്. പക്ഷേ ജഡ്ജി AM ബഷീർ വധശിക്ഷ വിധിക്കുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇതിനകത്ത് വധശിക്ഷയല്ല എങ്കിൽ ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം വരെ ശിക്ഷ വിധിക്കാനുള്ള വകുപ്പുകൾ ഇതിനകത്തുണ്ട്. 302 അതുപോലെ 328 364 എല്ലാം ഇതിനകത്ത് ഇരട്ട ജീവപര്യന്തത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ള വകുപ്പുകളാണ്. അങ്ങനെയെങ്കിൽ ഇരട്ട ജീവപര്യന്തം വിധിക്കുകയും അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് വിധി എഴുതാനുമായിരിക്കാം ഒരുപക്ഷെ സാധ്യത. കാരണം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകരുത്, ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നൊരു ആവശ്യം പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതിന് കാരണമായി അവർ പലതരത്തിലുള്ള വിചിത്രമായിട്ടുള്ള വാദങ്ങൾ കോടതിയിൽ നിരത്തുന്നുണ്ട്. പഠിക്കാൻ മിടുക്കിയാണ് എന്നുള്ള വാദമൊക്കെയാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുന്നത്. പ്രായം കണക്കിലെടുക്കണം, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല. അപ്പോൾ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തയാൾ ഈ തരത്തിൽ കേരള മനസാക്ഷി ഞെട്ടിച്ച ഇത്രയും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പറയുന്ന കാര്യം കണക്കിലെടുക്കണം എന്നുള്ള കാര്യമൊക്കെയാണ്. അതായത് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല, പഠിക്കാൻ മിടുക്കിയാണ്, പരമാവധി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിഭാഗം കോടതിയിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അതേസമയം അത് മുഖവിലക്കെടുക്കരുത്, സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഗ്രീഷ്മയ്ക്ക് നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അത് എത്രമാത്രം പരിഗണിക്കും, അത് എത്രമാത്രം പരിഗണിച്ചാണ് ജഡ്ജി AM ബഷീർ വിധി പ്രസ്താവന നടത്തുക എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. മിക്കവാറും അല്ലെങ്കിൽ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഓരോ വകുപ്പുകൾക്കും എടുത്തു പറഞ്ഞുകൊണ്ട് ഓരോ വകുപ്പിനും ഇത്ര വീതം ശിക്ഷ അല്ലെങ്കിൽ ഇന്ന ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രസ്താവന നടത്താനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് 302 ഇന്ന രീതിയിലുള്ള ശിക്ഷ അനുഭവിക്കണം, 364 ഇതേ രീതിയിലുള്ള വകുപ്പുകൾ അനുഭവിക്കണം, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 12 വർഷമുള്ള തടവുകൾ ശിക്ഷ അനുഭവിക്കണം, തെളിവ് നശിപ്പിക്കലിന് 3 വർഷം വരെ ശിക്ഷ അനുഭവിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷത്തെയും ശിക്ഷ പറഞ്ഞുകൊണ്ട് ഇത്ര രീതിയിൽ അല്ലെങ്കിൽ ജീവപര്യന്തത്തിലേക്ക് ശിക്ഷ വിധിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. വധശിക്ഷ വേണമെങ്കിൽ വിധിക്കാം, കാരണം കൊലപാതകമാണ്, കൊലപാതകത്തിന്
സമൂഹത്തിന് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് ഇത് നടപ്പിലാക്കിയതാണ്. അപ്പോൾ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു വിധി പ്രസ്താവം ഉണ്ടാവാൻ പാടില്ല. സമൂഹത്തിന് ഈ രീതിയിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ വിധിക്കണം എന്ന് തീരുമാനിച്ചാൽ ഒരുപക്ഷെ വധശിക്ഷയിലേക്ക് തന്നെ പോകാം. കേരള സമൂഹം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ഗ്രീഷ്മേനെയും അതുപോലെ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാർ നായരെയുമാണ് കോടതി പ്രതികളായിട്ട് കണ്ടെത്തിയത്. അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ നിലവിൽ അമ്മാവൻ നിർമ്മൽ കുമാറിനെതിരെ 201 തെളിവ് നശിപ്പിക്കൽ കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. നിർമ്മൽ കുമാറിന് വേണമെങ്കിൽ കോടതി വഴി ജാമ്യത്തിലേക്ക് ഇറങ്ങാം. പക്ഷേ ഇതിനകത്ത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഗ്രീഷ്മയാണ്. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഗ്രീഷ്മയ്ക്ക്. നെയ്യാറ്റിൻകരയിലെ ഷാരോൺ രാജ് കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി പരമാവധി ശിക്ഷയിലേക്ക് പോകുമോ, ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നതെന്നും മാതൃകാപരമായ ശിക്ഷ നൽകി കേരളീയ പൊതുസമൂഹത്തിന് ശരിയായ സന്ദേശം നൽകണം എന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയല്ല, ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ, ജീവിതം ഇനിയും ബാക്കിയുണ്ട്, അവരോട് കരുണ കാട്ടണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുന്നു. ക്രിമിനൽ പശ്ചാത്തലം, ഗുരുതരമായ ഒരു കുറ്റം ചെയ്ത ഒരാൾക്ക് അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ക്രിമിനൽ പശ്ചാത്തലമെന്ന് വാദിക്കുന്നു പ്രോസിക്യൂഷൻ. അവിടെ തൂക്കുകയറിലേക്ക് പോകുമോ കോടതി എന്ന് ഉറ്റുനോക്കുന്നുണ്ട് കേരളം. അതോ ഇരട്ട ജീവപര്യന്തമോ എന്തായിരിക്കും ശിക്ഷ? ഗ്രീഷ്മ ചെയ്ത കുറ്റകൃത്യം ഒരു നിലയ്ക്കും സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതും മാതൃകാപരമായ ശിക്ഷ നൽകി അവർക്കെതിരായ സന്ദേശം ലോകത്തിന് നൽകേണ്ടതുമാണ് എന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് വിധി പ്രസ്താവം വരുമ്പോൾ ഗ്രീഷ്മയെ കാത്തിരിക്കുന്നത് ജയിലോ തൂക്കുകയറോ എന്ന് അറിയാൻ കഴിയും. എന്തായാലും ഇന്നിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളൊന്നും ബാക്കിയില്ല. അന്തിമവാദം പൂർത്തിയായി കഴിഞ്ഞു. കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ശിക്ഷാവിധിയിന്മേലുള്ള അന്തിമവാദവും കഴിഞ്ഞ ദിവസങ്ങളിലായി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 11 മണിക്ക് അല്പസമയത്തിനകം ശിക്ഷാവിധി വരികയായി. ഷിജോ കുര്യനാണ് നമ്മോടൊപ്പം വിവരങ്ങൾ നൽകാനുള്ളത്.